അടൂർ ഗോപാലകൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്ന ഗോപി അടൂർ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമായ സ്വയംവരത്തിൽ ഗോപി ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. ഒരിക്കൽ അടൂർ ഗോപിയോട് പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം. കൊടിയേറ്റം എന്ന പേരിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രത്തിന്റെ സ്ക്രിപ്റ്റാണത്. അടൂർ പറഞ്ഞ പോലെ ഗോപി എഴുതിയെടുത്തു. പൂർത്തിയായപ്പോൾ അടൂർ അത് വായിച്ചു നോക്കി. ഗോപിയോട് പറഞ്ഞു, ഇതിലെ നായകനായ ശങ്കരൻകുട്ടി താനാണ് കേട്ടോ. അത് കേട്ടതും ഗോപി തരിച്ചുപോയി. ഗോപിയുടെ വെപ്രാളവും പരവേശവും കണ്ട് അടൂർ പറഞ്ഞു, വേറിട്ട ഒരു മുഖമാണ് എനിക്ക് വേണ്ടത്, പിന്നെ അഭിനയിക്കാനുള്ള കഴിവും. അത് രണ്ടും തനിക്കുണ്ട്. കൂടാതെ കവിയൂർ പൊന്നമ്മ, അടൂർ ഭവാനി, തിക്കുറിശി തുടങ്ങിയവരെയും കരാർ ചെയ്തു. മങ്കട രവിവർമ്മയായിരുന്നു ക്യാമറ. സാമ്പത്തികമായി ഞെരുക്കമുള്ളതുകൊണ്ട് കുറച്ച് ഫിലിം വാങ്ങും, അത് ഷൂട്ട് ചെയ്യും, പിന്നെ കുറച്ച് വാങ്ങും, അത് ഷൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അടൂർ കൊടിയേറ്റം പൂർത്തീകരിച്ചത്. KPC ലളിതയുടെയും ഗോപിയുടെയും മുഖം പതിഞ്ഞ ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തിയേറ്ററുകാർ പിൻവലിഞ്ഞു. 13ഓളം തിയേറ്ററുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു 13 പ്രിന്റുകൾ എടുത്തത്. പക്ഷേ ആരും തിയേറ്റർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ 3 സെന്ററുകൾ തരപ്പെട്ടു. കോട്ടയം, ഹരിപ്പാട്, തിരുവനന്തപുരം. ആളൊഴിഞ്ഞ കസേരകളുമായി ആദ്യ ഷോ നടന്നു. അടുത്ത ഷോയ്ക്ക് കുറച്ച് ആളുകൾ വന്നു. തൊട്ടടുത്ത ദിവസം തിയേറ്റർ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. തിയേറ്റർ നൽകില്ലെന്ന് പറഞ്ഞവർ ചിത്രം കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു. അങ്ങനെ 13 പ്രിന്റുകളും റിലീസ് ചെയ്തു. 145 ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കൊടിയേറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തിയത്. മികച്ച നടൻ, മികച്ച പ്രാദേശിക ചിത്രം എന്നീ വിഭാഗങ്ങളിൽ ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാരിന്റെ 5 പുരസ്കാരവും കൊടിയേറ്റം വാരിക്കൂട്ടി.